എല്ലാവർക്കും അടുക്കള രുചിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നുണ്ടാക്കാൻ പോകുന്നത് നമ്മൾ പാഴാക്കി കളയുന്ന ചക്ക ചവണി ഉപയോഗിച്ച് ഒരു മിക്സ്ചറാണ്. ചവണി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല, നല്ല ടേസ്റ്റാണ്, പിന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മിക്സ്ചർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. മിക്സ്ചർ ഉണ്ടാക്കാനുള്ള ചവണി എടുക്കുമ്പോൾ കനം കുറഞ്ഞ തരത്തിലുള്ള ചവണി എടുക്കണം. അതുപോലെ നല്ല നീളമുള്ള ചവണിയാണെങ്കിൽ അത് രണ്ടായിട്ടൊന്ന് മുറിക്കണം. പിന്നെ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കുറച്ച് കപ്പലണ്ടി, പൊട്ടുകടല, കറിവേപ്പില, മുളക് പൊടി, കായപ്പൊടി, ഉപ്പ്. ചവണി വറുക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചവണി ഇട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചക്കച്ചവണി മൂത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ചവണിയെല്ലാം വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പലണ്ടി ഇട്ട് വറുത്തെടുക്കാം. കപ്പലണ്ടി എല്ലാം വറുത്തെടുത്തു. ഇനി പൊട്ടുകടല ഇടാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഒന്ന് പൊട്ടിച്ചത് കൂടി ഇടാം. വെളുത്തുള്ളിയുടെ കാര്യം നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് വറുത്തെടുക്കാം. ഇനി ഈ വറുത്തെടുത്ത എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാണ് നമ്മൾ വറുത്തെടുത്ത ചവണി. ഇതുപോലെ നല്ല മൂക്കുന്നത് വരെ വറുത്തെടുക്കണം. കറിവേപ്പില ഇതുപോലെ തണ്ടോടുകൂടി വറുത്തെടുത്തത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനുള്ള എളുപ്പത്തിനാണ്. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ തണ്ട് ഇതിൽ നിന്ന് ഊരി മാറ്റിയാൽ മതി. കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി പൊട്ടുകടല, കറിവേപ്പില, വറുത്ത് വെച്ചിട്ടുള്ള ചവണി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി. ഇത് 1/2 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. വെളുത്തുള്ളി ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെവിടിയ ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇനി എല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം.
ഇപ്പോൾ നമ്മുടെ ചവണി മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ചവണി ഒന്നും വെറുതെ കളയേണ്ട കാര്യമില്ല. ഇതുപോലുള്ള കനം കുറഞ്ഞ ചവണിയാണെങ്കിൽ അത് ഉപയോഗിച്ച് ഇതുപോലെ മിക്സ്ചർ ഉണ്ടാക്കുക, കുട്ടികൾക്കൊക്കെ കൊടുക്കുക, അവർക്കൊക്കെ ഇഷ്ടപ്പെടും. എൻ്റെ മോനും ചവണി മിക്സ്ചർ വളരെ ഇഷ്ടമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും നന്ദി.